ഹലോ കൂട്ടുകാരെ, മലയാളി മോമിലേക്ക് നിങ്ങൾക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ സമയത്തെ വേസ്റ്റ് ആക്കുന്ന 12 കാര്യങ്ങളാണ്. ഞാൻ എൻ്റെ ലൈഫിൽ ഒരു തിരിച്ചറിവ് ഉണ്ടായത് എപ്പോഴാണെന്ന് വെച്ചാൽ, എൻ്റെ ലൈഫിൽ എനിക്ക് പല കാര്യങ്ങൾക്ക് സമയം കണ്ടെത്താൻ പറ്റുന്നില്ല. എനിക്ക് എക്സ്ട്രാ ടൈം വേണം എന്നൊക്കെ തോന്നിയപ്പോൾ ഞാൻ ശ്രദ്ധിക്കാൻ തുടങ്ങി എൻ്റെ റുട്ടീനിൽ എന്താണ് പ്രോബ്ലം ഉള്ളതെന്ന്. അങ്ങനെ അതിൽ നിന്ന് മനസ്സിലാക്കിയ കാര്യങ്ങളാണ് ഷെയർ ചെയ്യണത്. അപ്പോൾ നിങ്ങളും ഇങ്ങനെ ടൈം വേസ്റ്റ് ആക്കുന്നുണ്ടെങ്കിൽ ഈ സ്റ്റെപ്സൊക്കെ ഒന്ന് എടുക്കുകയാണെങ്കിൽ നിങ്ങളുടെ ടൈം നിങ്ങൾക്ക് ലാഭിക്കാൻ പറ്റും. ഒരുപാട് നല്ല കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഒന്നാമത്തത്, ഇപ്പോഴത്തെ ഒരു വേൾഡ് എന്ന് പറയുന്നത് സോഷ്യൽ മീഡിയ ഭയങ്കരമായിട്ട് ആക്റ്റീവായിട്ട് എല്ലാവരും ഉപയോഗിക്കുന്നൊരു സമയമാണ്. പക്ഷേ അതേപോലെ തന്നെ നമ്മുടെ ടൈം വേസ്റ്റ് ആവുന്നതും ഈ ഒരു സോഷ്യൽ മീഡിയയിൽ നമ്മൾ ടൈം ഒരുപാട് സ്പെൻഡ് ചെയ്യുമ്പോഴാണ്. എപ്പോഴും നമ്മളൊരു ടൈം ലിമിറ്റ് വെച്ചിട്ട് ഏതൊരു കാര്യം ചെയ്യുമ്പോഴും എല്ലാതും നല്ല യൂസ്ഫുൾ ആയിട്ട് നമുക്ക് കൊണ്ടുപോകാൻ പറ്റും. പലപ്പോഴും മോട്ടിവേഷന് വേണ്ടിയിട്ടാണ് നിങ്ങൾ ഈ വീഡിയോസൊക്കെ കാണണേ, ഇൻക്ലൂഡിങ് എൻ്റെ ഈ വീഡിയോ അടക്കം. പക്ഷേ നിങ്ങളിത് കണ്ടു പോയി കഴിഞ്ഞിട്ട് ഒരു ആക്ഷനും എടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ഈ വീഡിയോ കാണുന്നതിൽ ഒരു അർത്ഥവുമില്ല. സ്റ്റഡി മോട്ടിവേഷൻ വീഡിയോസ് കാണുന്നു, ക്ലീനിങ് മോട്ടിവേഷൻ വീഡിയോസ് കാണുന്നു, വീട് ഒതുക്കുന്നത് കാണുന്നു, എന്നിങ്ങനെയെല്ലാം കാണുന്നുണ്ട്. പക്ഷേ അതിൻ്റെ ഒരു ആക്ഷൻ നിങ്ങൾ എടുക്കുന്നുണ്ടോ എന്നുള്ളത് ഇന്നൊന്ന് ചിന്തിക്കുക. ഇതിന് ശേഷം എനിക്ക് എന്താണെന്ന് ചെയ്യാനുള്ളത് ആ കാര്യങ്ങൾ പ്രോപ്പറായി ചെയ്ത ശേഷം നിങ്ങൾ കുറച്ച് നേരം സോഷ്യൽ മീഡിയയിൽ ഇരുന്നോളൂ. ആക്ഷൻ ഇല്ലാതെ ഒരുപാട് വെറുതെ ഇങ്ങനെ വീഡിയോസ് കണ്ടിരിക്കുന്നതിൽ ഒരു അർത്ഥവുമില്ല. രണ്ടാമത്തെ ടിപ്പ്, പലപ്പോഴും നമ്മുടെ സമയം വേസ്റ്റ് ആക്കുന്നതിൻ്റെ വേറൊരു റീസൺ എന്ന് പറയുന്നത് മടി, അലസത, അതുപോലെ തന്നെ ജോലികൾ മാറ്റി വയ്ക്കുക എന്നുള്ളത് തന്നെയാണ്. പലപ്പോഴും വലിയ ടാസ്കുകൾ, വലിയ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വരുമ്പോൾ നമ്മളത് വേഗം മാറ്റി വയ്ക്കും. കൊച്ചു ജോലികളൊക്കെ വേഗം ചെയ്ത് തീർത്ത് അത് എളുപ്പത്തിൽ കഴിഞ്ഞല്ലോ എന്നുള്ള ആശ്വാസത്തിലിരിക്കും. പലപ്പോഴും ആ വലിയ ജോലികൾ മാറ്റി വെച്ച് പെൻഡിങ് ആക്കി വെച്ച് കൂടുതൽ സ്ട്രെസ്സും ടെൻഷനും സമയം നഷ്ടപ്പെടുത്താനുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. വലിയൊരു കാര്യം നമുക്ക് ചെയ്ത് തീർക്കാണ്ടെങ്കിൽ ചെറിയ സ്റ്റെപ്സായിട്ട് അത് ചെയ്ത് തീർക്കുക. അത് നാളേക്ക് മാറ്റി വെച്ചിട്ടൊരു കാര്യമില്ല. മടി പിടിച്ചത് മാറ്റി വെക്കുന്നതിൽ നമുക്ക് ഒരു സമയം ലാഭം കിട്ടാനും പോകുന്നില്ല. അപ്പോൾ ഈ മടി ഒന്ന് ചെറുതായിട്ട് മാറ്റി വെച്ചാൽ നമ്മുടെ കാര്യങ്ങളൊക്കെ എളുപ്പത്തിൽ നടക്കും. മൂന്നാമതായിട്ട്, പലപ്പോഴും മറ്റുള്ളവർ ചെയ്യുന്ന ജോലികളടക്കം അല്ലെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ കുറേ കാര്യങ്ങൾ ചെയ്തു കൂട്ടും. കുറച്ചൊക്കെ ചെയ്യാം, പക്ഷേ നമ്മുടെ കുട്ടികളായാലും നമ്മുടെ ഫാമിലിയിലുള്ളവരായാലും അവർക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റുന്ന പല കാര്യങ്ങളും അവരോട് നമുക്ക് നോ പറയാൻ മടിയായിട്ട്, അയ്യോ ഇനി ഇത് അവർക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടാവില്ലേ എന്ന് ഓർത്ത് നമ്മൾ അതൊക്കെ എടുത്ത് തലയിലെടുത്ത് വെച്ച് ചെയ്യും. ശരിക്കും അങ്ങനെ വരുമ്പോൾ നമ്മുടെ ഒരുപാട് സമയം നഷ്ടപ്പെടുന്നില്ലേ? നാളെ അവർക്കൊരു കാര്യങ്ങൾ വരുമ്പോൾ അവർ നമുക്ക് വേണ്ടിയിട്ട് ആ സമയം മാറ്റി വയ്ക്കുന്ന നിങ്ങൾക്ക് എന്തെങ്കിലും ഉറപ്പുണ്ടോ? അപ്പോൾ അതുകൊണ്ട് അനാവശ്യമായിട്ട് മറ്റുള്ളവരുടെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് കുറേ അങ്ങോട്ട് സമയം കളയുമ്പോൾ ഒന്ന് ചിന്തിക്കുക. അതവർക്ക് സ്വയം ചെയ്യാൻ പറ്റുന്നതായിരിക്കും. പിന്നെ നമ്മൾ എന്തിനാണ് വെറുതെ തലയിലെടുത്ത് ആ പണി വയ്ക്കുന്നത്? കുട്ടികളോടായാലും ഫാമിലിയോടായാലും സ്ട്രിക്റ്റ് ആയിട്ട് നോ പറയുക. എനിക്ക് ടൈമില്ലേ കാര്യത്തിന്, എനിക്ക് ഇന്നൊരു കാര്യം ചെയ്യണം. ചിലപ്പോൾ അവർക്ക് അപ്പോൾ ദേഷ്യം വരും മറ്റുള്ളവർക്ക്. പക്ഷേ 1-2 വട്ടം നമ്മുടെ ഒരു പോളിസി നമ്മൾ ക്ലിയർ ചെയ്തിട്ട് മറ്റുള്ളവരോട് പറയുകയാണെങ്കിൽ, ഇൻക്ലൂഡിങ് കുട്ടികളോടടക്കം പറയുകയാണെങ്കിൽ അവരിത്തിരി കൂടി നമ്മുടെ സമയത്തിനും വാല്യൂ അവർ മനസ്സിലാക്കും. നമ്മുടെ വാല്യൂവും കൂടി അവർക്ക് മനസ്സിലാക്കാനായിട്ട് അത് ഹെൽപ്പ് ചെയ്യും. നാലാമതായിട്ട്, ടോക്സിക് റിലേഷൻഷിപ്പുകൾ ഒഴിവാക്കുക. അതായത് നമ്മളെ വേദനിപ്പിക്കുന്ന, നമ്മുടെ ലൈഫിൽ ഒരു വാല്യൂ നൽകാത്ത ചിലരുണ്ട്. നമ്മൾ എത്ര തന്നെ പറഞ്ഞാലും അവർ ശരിയാവില്ല. നമ്മൾക്കാണെങ്കിൽ അവർ പറയുന്ന ഓരോ കുത്തുവാക്കുകളും കാര്യങ്ങളൊക്കെ വളരെയധികം വിഷമമുണ്ടാക്കും. ഇവർ ഈ പറയുന്ന വാക്കുകൾ കൊണ്ടും ആ ഒരു കാര്യങ്ങൾ കൊണ്ടും എന്താ പറയുക, അനാവശ്യമായിട്ട് ചിന്തിച്ച് നമ്മുടെ സമയം ഒരുപാട് നമ്മൾ വേസ്റ്റാക്കും. അവരോട് മറുപടി പറയാൻ നിന്നിട്ടും അവർ പറഞ്ഞ കാര്യങ്ങൾ ഓർത്തിട്ടൊക്കെ അല്ലേ. ഇങ്ങനെയുള്ള ബന്ധങ്ങൾ വെക്കുന്നതിൽ ഒരു അർത്ഥവുമില്ല. നമ്മുടെ ലൈഫിൽ നമുക്ക് ഫുൾ നെഗറ്റീവ് നൽകിക്കൊണ്ടിരിക്കുന്ന ചില റിലേഷൻഷിപ്പുകൾ പരമാവധി ഒഴിവാക്കാനും കൂടി ഒന്ന് ശ്രദ്ധിക്കുക. ഇതുവഴി സമയവും നമ്മുടെ നഷ്ടപ്പെടില്ല, എനർജി നഷ്ടപ്പെടില്ല. അടുത്തൊരു പ്രോബ്ലം എന്ന് പറയുന്നത്, നമുക്ക് വേണ്ടി കുറച്ച് സമയം നമ്മൾ മാറ്റി വെക്കുകയില്ല. ഇങ്ങനത്തെയുള്ള പല വീഡിയോസ് നമ്മൾ കാണുകയാണെങ്കിലും നമ്മൾ അങ്ങനത്തെ സ്കിപ്പ് അടിച്ച് കളയും. സെൽഫ് കെയർ അതിപ്പോൾ നമുക്ക് അറിയണതാണ്. പ്രത്യേകിച്ച് നേരം എന്നുള്ള കാര്യങ്ങൾ നമ്മൾ അതിനൊരു പ്രാധാന്യം കൊടുക്കുന്നില്ല. എക്സസൈസ് ആയിക്കോട്ടെ, ഉറക്കമായിക്കോട്ടെ, നമ്മുടെ സ്കിൻ കെയർ ആയിക്കോട്ടെ, ഇതിനൊന്നിനും നമുക്ക് സമയമില്ല. പക്ഷേ പലപ്പോഴും ഇതെല്ലാം നമ്മൾ മാറ്റി വെച്ച് കഴിയുമ്പോൾ എന്ത് പറ്റും? പിന്നീട് നമുക്ക് പല ബുദ്ധിമുട്ടുകളും വയ്യായികളും ഒക്കെ വരാൻ തുടങ്ങുമ്പോൾ നമ്മുടെ പഴയ എനർജി നമുക്ക് നഷ്ടപ്പെട്ട് കഴിയുമ്പോൾ നമ്മൾ ചിന്തിക്കുക, ഞാൻ അന്നേ കുറച്ച് സെൽഫ് കെയർ ചെയ്തിരുന്നെങ്കിൽ ഇന്നെനിക്ക് ബുദ്ധിമുട്ട് വരില്ലായിരുന്നു എന്നുള്ളത് അല്ലേ. അപ്പോൾ സമയത്തിൻ്റെ നഷ്ടം നോക്കിയിട്ടാണ് നമ്മൾ ഈ പല കാര്യങ്ങളും ഒഴിവാക്കുന്നത്. പക്ഷെ പിന്നീട് നമ്മുടെ സമയവും ആരോഗ്യം നഷ്ടപ്പെടുത്തുന്ന വലിയൊരു ഇഷ്യൂയിലോട്ട് ഈ സെൽഫ് കെയർ ഇല്ലായ്മ നമ്മൾ കൊണ്ട് ചെന്ന് എത്തിക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ സെൽഫ് കെയർ ചെയ്യാത്തത് നമ്മുടെ
സമയത്തെ നഷ്ടപ്പെടുത്തുന്ന ഒരു പ്രധാന പ്രോബ്ലമാണ്. പലപ്പോഴും എനിക്കൊക്കെ പറ്റുന്ന ഒരു കാര്യമാണ് ഓവർ പ്ലാനിങ് ചെയ്യും, പക്ഷേ അതിനുവേണ്ടി ഒരു ആക്ഷനും എടുക്കില്ല. ഞാൻ പലപ്പോഴും കുറേ ലിസ്റ്റുകൾ തയ്യാറാക്കും, ഇന്ന ജോലികൾ ചെയ്തു തീർക്കണം, കുറേ കാര്യങ്ങൾ എഴുതി വയ്ക്കും, ചെയ്യാൻ പറ്റുന്നതിലധികം കാര്യങ്ങൾ എഴുതി വയ്ക്കും. അത് കഴിഞ്ഞ് പലപ്പോഴും പകുതിക്ക് വെച്ച് മടി തോന്നി നമ്മൾ ആ ഒരു ആക്ഷൻ നമ്മൾ എടുക്കില്ല. അപ്പോൾ എന്താണ് അതിൽ അർത്ഥമുള്ളത്? ഓവർ പ്ലാനിങ് നമ്മൾ ചെയ്തിട്ടൊരു കാര്യമില്ല. ആവശ്യത്തിനുള്ള പ്ലാനിങ് ചെയ്താൽ മതി. ഓക്കെ, ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എഴുതിയാൽ മതി. 5 കാര്യം നമുക്ക് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ 5 കാര്യം ചെയ്താൽ മതി. പക്ഷെ അത് പ്രോപ്പറായിട്ട് ചെയ്യുക. ഓവർ പ്ലാനിങ് ചെയ്ത് ഒരു ആക്ഷനും എടുക്കാത്തതിലും നല്ലത് കുറച്ച് കാര്യങ്ങൾ നോർമലായിട്ട് ചെയ്യുന്നതാണ്. അടുത്തതായിട്ട് നമ്മുടെ ലൈഫിനെ മറ്റുള്ളവരായിട്ട് കമ്പയർ ചെയ്ത് അവരെക്കുറിച്ച് ചിന്തിച്ച് നമ്മുടെ സമയം വേസ്റ്റ് ആക്കുക എന്നുള്ളതാണ്. പലപ്പോഴും ഇപ്പോൾ സോഷ്യൽ മീഡിയ വന്നതുകൊണ്ട് തന്നെ നമുക്ക് മറ്റുള്ളവരുടെ ലൈഫിലോട്ട് കുറേയും കൂടി കാണാനായിട്ട് അവരെന്താ ചെയ്യുന്നത്, അത് റിയൽ ആയിട്ടുള്ളതാണോ എന്ന് പോലും നമുക്കറിയില്ല. അതൊരു റിയൽ ലൈഫല്ല. അത് മനസ്സിലാക്കാതെ നമ്മൾ അവരുടെ ലൈഫ് കണ്ട് അതിൽ നിന്നും നമുക്ക് കുറേ കാര്യങ്ങൾ കാണുമ്പോൾ നമ്മുടെ ലൈഫിൽ അതില്ലല്ലോ എന്ന് ചിന്തിച്ചും അവരുടെ പ്രൊഫൈലുകൾ ചെക്ക് ചെയ്ത് നമ്മുടെ സമയം വെറുതെ വേസ്റ്റ് ആക്കാണ്. ആവശ്യത്തിന് അത് കണ്ടു, അതിൽ നിന്നും കണ്ട എന്തെങ്കിലും കാര്യം നമുക്ക് ട്രൈ ചെയ്യാൻ പറ്റുന്ന നല്ല കാര്യങ്ങൾ ഫോളോ ചെയ്യുക. അല്ലാതെ മൈൻഡ്ലെസ് ആയിട്ട് വെറുതെ ഇങ്ങനെ മറ്റുള്ളവരുടെ പ്രൊഫൈലുകൾ സ്ക്രോൾ ചെയ്തും നമ്മുടെ ലൈഫ് അവരുമായി കമ്പയർ ചെയ്യുന്നതിൽ ഒരു അർത്ഥവും ഇല്ല. അതും പറഞ്ഞ് കംപ്ലൈൻറ്റ് പറഞ്ഞിരിക്കുന്നതിലും അർത്ഥമില്ല. നമുക്ക് എന്ത് ആക്ഷനാണ് എടുക്കാൻ പറ്റുക നമ്മുടെ ലൈഫ് ബെറ്റർ ആക്കാൻ, അതിൽ മാത്രമേ അർത്ഥം വരുന്നുള്ളൂ അല്ലേ. അപ്പോൾ മറ്റുള്ളവരുടെ ലൈഫായിട്ട് കമ്പയർ ചെയ്യാതെ സ്വയം ജീവിതത്തിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്നും കൂടി ഒന്ന് ശ്രദ്ധിക്കുക. അടുത്തതായിട്ട് ഷോപ്പിംഗ് ലിസ്റ്റ് ഇല്ലാതെ ഷോപ്പിങ്ങിന് പോകുക എന്നുള്ളത് വേറെ ടൈം വേസ്റ്റ് ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. പലപ്പോഴും നമ്മൾ ഷോപ്പിങ്ങിന് പോകുമ്പോൾ ജസ്റ്റ് ഷോപ്പിലേക്ക് കയറും, അവിടെ ജസ്റ്റ് നടക്കും, ആവശ്യമുള്ളത് ആവശ്യമില്ലാത്തതൊക്കെ പറക്കിയിടും അല്ലേ. നമ്മൾ ലിസ്റ്റും കാര്യങ്ങളൊന്നും പ്രോപ്പറായിട്ട് പ്രിപ്പയർ ചെയ്യാണ്ടാവുമ്പോൾ നമുക്ക് ആവശ്യമുള്ള പല സാധനങ്ങളും മിസ് ഔട്ടായി പോവുകയും അനാവശ്യമായ പല ഐറ്റംസ് ആയിരിക്കും നമ്മൾ വാങ്ങി കൊണ്ടുവന്നിട്ടുണ്ടാവുക. ഇല്ലെങ്കിൽ എക്സ്ട്രാ ആയിട്ട് ഉള്ളത് തന്നെ പിന്നെയും വാങ്ങും. ഇങ്ങനെ വരുമ്പോഴും നമ്മുടെ സമയം വേസ്റ്റായി പോവുകയാണ് ചെയ്യുന്നത്. നമ്മൾ ഷോപ്പിൽ പോയി, പക്ഷേ നമുക്ക് ആവശ്യമുള്ളതൊന്നും കിട്ടിയില്ല. വീണ്ടും ആ ഒരു ഐറ്റം വാങ്ങാൻ നമ്മൾ രണ്ടാമതും ഷോപ്പിലോട്ട് പോകുമ്പോൾ അത്രയും ടൈം നമ്മുടെ വേസ്റ്റായി. അതുപോലെ തന്നെ യാത്രാ ചെലവും കാര്യങ്ങളൊക്കെ നമുക്ക് നഷ്ടപ്പെടണം. അപ്പോൾ എന്ത് വേണം? വീട്ടിൽ നിന്നും പോകുമ്പോൾ തന്നെ ഒരു ഷോപ്പിംഗ് ലിസ്റ്റ് തയ്യാറാക്കി ഷോപ്പിങ്ങിനായിട്ട് പോവാം. നമ്മുടെ വീട് ഓർഗനൈസ്ഡ് അല്ലാതിരിക്കുമ്പോൾ നമ്മുടെ സമയം ഒരുപാട് വേസ്റ്റായി പോകുന്നുണ്ട്. പലപ്പോഴും പല ഐറ്റംസൊക്കെ നമ്മുടെ വീട്ടിൽ കാണാതെ നമ്മൾ മണിക്കൂറുകളോളം അന്വേഷിച്ച് നടന്നിട്ടുണ്ടാവും അല്ലേ. ചില ഇമ്പോർട്ടൻറ്റ് ഡോക്യുമെൻറ്റ്സ് ആയിക്കോട്ടെ, എന്തെങ്കിലും അത്യാവശ്യമുള്ള സാധനങ്ങളായിക്കോട്ടെ ഒക്കെ കാണാതെ ഒരുപാട് അന്വേഷിച്ച് സമയം കളയും. അതെന്താണ് അതിന് കാരണം? നമ്മുടെ വീട് ഒട്ടും ഓർഗനൈസ്ഡ് അല്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെയുള്ള സമയം നമ്മുടെ വേസ്റ്റായി പോകുന്നത്. അത് ഇൻക്ലൂഡിങ് കുട്ടികളായിക്കോട്ടെ, നമ്മൾ വലിയവരായിക്കോട്ടെ, നമ്മളെടുക്കുന്ന ഐറ്റംസിന് അതാതൊരു സ്ഥാനം ഉണ്ടായിരിക്കണം. അത് ഓർഗനൈസ്ഡ് ആയിട്ട് വെക്കുമ്പോൾ നമ്മുടെ ടൈം നല്ല രീതിക്ക് നമുക്ക് സേവ് ചെയ്യാനായിട്ട് പറ്റും. അതെൻ്റെ ലൈഫിൽ എനിക്ക് നല്ല അനുഭവമുള്ള ഒരു കാര്യമാണ്. ഓർഗനൈസ്ഡ് ആയ ശേഷമാണ് എനിക്ക് വളരെ സ്ട്രെസ് ഫ്രീ ആയിട്ടും സമയം ലാഭം കിട്ടിയ പോലെ എനിക്ക് തോന്നിയിട്ടുള്ളത്. ഉറക്കത്തിൻ്റെ ടൈമിങ് നമ്മുടെ സമയം സേവ് ചെയ്യുന്നതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. നേരത്തെ ഉറങ്ങുന്നതും രാവിലെ നേരത്തെ എഴുന്നേൽക്കുന്നതും നമ്മുടെ സമയം ലാഭിക്കാൻ, അതോടൊപ്പം നമ്മുടെ ബോഡിക്ക് നല്ല റെസ്റ്റ് കൊടുക്കുന്ന കാര്യമാണ്. അനാവശ്യമായി കിടന്നുറങ്ങുന്ന ശീലം ഒഴിവാക്കാനും സഹായിക്കും. പലപ്പോഴും നമ്മൾ വൈകുന്നേരം ഒരുപാട് ലേറ്റായിട്ട് കിടന്ന് രാവിലെ നമുക്ക് എഴുന്നേൽക്കാനേ പറ്റില്ല അല്ലേ. ഭയങ്കര ടയേർഡ് ഫീലാണ്. ഉച്ചയാകുമ്പോഴേക്കും നമുക്ക് ഏതാണ്ട് ഒന്ന് ഉറങ്ങിയാൽ മതി എന്നുള്ളൊരു ഫീലാണ്. കാരണം നമ്മുടെ ഉറക്കത്തിൻ്റെ ടൈം നമ്മൾക്ക് യാതൊരു മാനേജ്മെൻറ്റും ഇല്ല. ആ ഒരു ടൈം മാനേജ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരുപാട് ടൈം എക്സ്ട്രാ കിട്ടും. നിങ്ങളുടെ ബോഡിക്കും അത് നല്ലതാണ്. വർക്ക് ലൈഫ് ബാലൻസ് ചെയ്യുക എന്നുള്ളതാണ് അടുത്തൊരു പ്രോബ്ലം. പലർക്കും വർക്കിംഗ് ആണ്, വീട്ടിൽ വന്ന് കാര്യങ്ങളും ചെയ്യണം, ഇത് രണ്ടും കൂടി മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല. ഫാമിലിക്ക് വേണ്ടി ടൈം മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല. ഇതിന് നിങ്ങൾ തന്നെ സ്വയം ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. അതെനിക്ക് പറഞ്ഞു തരാൻ പറ്റില്ല, കാരണം ഓരോരുത്തരുടെയും വർക്ക് വ്യത്യാസമുണ്ട് അല്ലേ. ചിലർ വീട്ടിലിരുന്ന് വർക്ക് ചെയ്യുന്നവരുണ്ട്, പുറത്ത് പോയി വർക്ക് ചെയ്യുന്നവരുണ്ട്, ചിലപ്പോൾ ജോലിക്ക് പോകാത്തവരുണ്ടാവും. എങ്ങനെയായിരുന്നാലും നമ്മുടെ ഫാമിലിക്ക് വേണ്ടിയിട്ടും നമ്മുടെ വീടിന് വേണ്ടിയിട്ടും നമുക്ക് അങ്ങനെ ഒരു രീതിയിൽ മൂന്നും കൂടി ബാലൻസ് ചെയ്യുന്നൊരു രീതിയിൽ ഒരു റുട്ടീൻ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് നമ്മുടെ ഒരു കഴിവാണ്. അത് നമ്മൾ തന്നെ സ്വയം ഉണ്ടാക്കി നമുക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലേക്ക് കൊണ്ടുവരേണ്ട ഒരു കാര്യമാണ്. എന്നിരുന്നാലും ഫാമിലിയും വർക്കും ഒരുപോലെ ബാലൻസ് ചെയ്ത് എപ്പോഴും പെർഫെക്റ്റ് ആയിട്ട് കൊണ്ടുപോകാൻ ആരെക്കൊണ്ടും പറ്റില്ല. എന്നിരുന്നാലും ഒരുവിധം പെർഫെക്റ്റ് ആയിട്ട് കൊണ്ടുപോകുമ്പോഴാണ് നമ്മുടെ ഈ ഒരു ജോലി നമ്മൾ ചെയ്യുന്നതും നമ്മുടെ കുടുംബത്തിനെ നോക്കുന്നതിൽ ഒരു അർത്ഥം ഉണ്ടായിരിക്കുള്ളൂ.
പിന്നെ നമ്മൾ ഒരുപാട് ഹോബീസൊക്കെ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ചിലവർക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും ടൈലറിങ് ആയാലും എന്ത് കാര്യങ്ങളായാലും. പക്ഷേ അതൊരു പരിധിയിൽ വിട്ട് ഔട്ട് ഓഫ് കൺട്രോൾ ആയി പോയി കഴിഞ്ഞാൽ നമ്മുടെ സമയം ഒരുപാട് വേസ്റ്റ് ആവും. നമുക്ക് ഹോബീസ് ചെയ്യണം, നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾക്ക് വേണ്ടി ടൈം മാറ്റി വെക്കണം എന്നുള്ളത് വലിയൊരു ഫാക്റ്റാണ്. അതിനും ഒരു ടൈം ലിമിറ്റ് വെച്ചിട്ട് നമ്മൾ ചെയ്തിട്ടില്ലെങ്കിൽ, ഹോബീസിൻ്റെ ഒരു പ്രത്യേകത നമ്മളതിങ്ങനെ ഇപ്പോൾ ഒരു ക്രാഫ്റ്റ് ആയാലൊക്കെ ചെയ്യാനിരുന്നാൽ നമുക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കും, നമുക്കത് നിർത്താൻ തോന്നില്ല, അത് കഴിയുന്ന വരെ നമ്മൾ അതിലൊരു ഭയങ്കര ഇൻട്രസ്റ്റ് ഫീൽ ചെയ്യും. പക്ഷേ കണ്ടിന്യൂസ് നമ്മൾ ആ കാര്യത്തിന് വേണ്ടിയിട്ട് മാത്രമായിട്ട് ഇരിക്കുമ്പോൾ നമ്മുടെ വീട്ടിലെ പല കാര്യങ്ങളും പെൻഡിങ് ആയിട്ടും ബാക്കിലോട്ടും പോകുന്നുണ്ടാവും. അപ്പോൾ അത് നമ്മളൊന്ന് തിരിച്ചറിയണം, അതനുസരിച്ച് നമ്മൾ ടൈം മാനേജ് ചെയ്യണം. ഇങ്ങനെയുള്ള കുറച്ച് ടിപ്സ് ഫോളോ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ വേസ്റ്റ് ആയിട്ട് പോകുന്ന ഒരു സമയം നിങ്ങൾക്ക് സേവ് ചെയ്യാനും അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ആ സമയം ഉപയോഗിച്ച് പ്രൊഡക്റ്റീവായിട്ടുള്ള ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യാനായിട്ടും സാധിക്കും. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഹെൽപ്ഫുള്ളായി എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. പുതിയൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും നമ്മൾ വരുന്നതായിരിക്കും. അതുവരയ്ക്കും എൻ്റെ എല്ലാ കൂട്ടുകാരും ടൈം സേവ് ചെയ്യുക. ഓക്കെ, ബെസ്റ്റ് വിഷസ്, ബൈ.